രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ അയാളുടെ രക്ഷയ്ക്കായി എടുത്തു വെച്ചിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം അത് ഞങ്ങൾക്ക് തരണം, അത് കിട്ടിയിട്ട് വേണം നിന്നെ ഞങ്ങൾക്ക് കുറുക്കാൻ എന്നതിന് എന്താ അയാൾ നിന്നു കൊടുക്കണം. നമസ്കാരം. ചിലർക്കൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ വേറൊന്നും പറയാനില്ലടേ എന്ന് ചോദിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ചാനലിലൂടെ എനിക്ക് പറയാനുള്ളതല്ലേ പറയാൻ പറ്റൂ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങൾ അതെനിക്ക് അയച്ചതാ. അതെനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ. ഇപ്പൊ ഞാൻ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ ചില സ്ഥിതികളെ കുറിച്ച് വേറെ ആരും പറയുന്നില്ല, അതുകൊണ്ട് പറയുന്നേ. ഇപ്പോ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെയിട്ട് കേസും വഴക്കുമായിട്ട് ബുക്കാറുമായിട്ട് കിടന്ന് അടിക്കുന്നത്? നിങ്ങൾക്കറിയാലോ. ഇനി എന്തിനാണ് ഇത്തരത്തിലൊരു അന്വേഷണം? കോടതി പറഞ്ഞ എന്താണ്? ഇതൊന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ഇത്തരത്തിലുള്ള അന്വേഷണം? ഇതിന് പിന്നിലുള്ള കഥ എന്താണ്? നമ്മൾ ആ ഭാഗം കൂടെ ഒന്ന് പറയണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും എന്തോ ആയിക്കോട്ടെ, ഏതായാലും ആ വിഷയം കൂടെ നമ്മൾ അറിയണമല്ലോ. എന്തായാലും ഈ ചാനലിൽ മുഴുവൻ സംസാരിക്കുന്നതല്ലേ. നമുക്ക് തുടക്കം മുതൽ നോക്കാം. ഇത് ബന്ധപ്പെട്ട ഒരു വോയിസ് നോട്ടും റിനിയുടെ ഒരു സംഭാഷണം കൊണ്ടാണ് തുടങ്ങുന്നത്. ആദ്യം റിനീന്റെ സംഭാഷണം തുടങ്ങി, പിന്നെ വോയിസ് നോട്ട് വന്നു. അതോടുകൂടി ഒരു മല ഇളകി വരാൻ പോകുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായി. അയാൾ വീടടച്ച് കയറിയിരുന്നു. ഇതാണല്ലോ ആദ്യം നടന്നത്. അതിനുശേഷം അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി: ഈ മലയെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഇത് പോവുള്ളൂ. അതുകൊണ്ട് രാഹുൽ എന്ത് ചെയ്തു? ബാക്കിയുള്ളവരെ പുകച്ച് ചാടിക്കാൻ തുടങ്ങി. അയാൾക്കെതിരെ പരാതി വരാൻ സാധ്യതയുള്ളവരെയൊക്കെ കുത്തിത്തള്ളി അങ്ങനെ ആദ്യത്തെ FIR വന്നു. ആദ്യത്തെ FIR വന്നപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് മുതലെടുക്കാൻ കിട്ടിയ അവസരമായി, കോൺഗ്രസിനെ അടിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമായി. പക്ഷെ കോൺഗ്രസ് അത് മുന്നേ കണ്ടു. FIR വന്നതോടുകൂടി കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി. പിന്നെ കോൺഗ്രസിന് വർത്താനം പറയാൻ പറ്റില്ലല്ലോ. മറുഭാഗത്താകട്ടെ മുകേഷ് അടക്കമുള്ള വലിയൊരു ഭാഗം അവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരുള്ളത് കൊണ്ട് അവർക്ക് മിണ്ടാൻ വയ്യ, ചോദിക്കാനും വയ്യ. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തയുടെ പിന്നാലെ പോയത് കൊണ്ട് രണ്ട് ഗുണമുണ്ടായി. ഒന്ന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ന് മറ്റുള്ളവർ ഉദ്ദേശിച്ച അത്ര ഒരു തെരഞ്ഞെടുപ്പ് പരാജയം നേരിടേണ്ടി വന്നില്ല. രണ്ടാമത്തത്, ശബരിമലയിലെ സംസാരം കുറെയൊക്കെ മാറ്റിവെക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ സംസാരിച്ചുകൊണ്ട് പോയി. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ രാഷ്ട്രീയ അവസരം മുതലാക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുഷ്പം പോലെ ഇറങ്ങി പോകുന്ന സാഹചര്യം വന്നപ്പോഴാണ് രണ്ടാമത്തെ ഒരു കേസ് കെട്ടിച്ചമച്ചത്. അതായത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഒരു പരാതിക്കാരി ഇല്ലാത്ത ഒരു കേസ്. രാഹുലിനും അങ്ങനെ ഒരാളെ അറിയില്ല. ഈ കേസ് ഉണ്ടാക്കിയ പോലീസുകാർ അത് കണ്ടുപിടിക്കാനായിട്ട് മെനക്കെടുന്നില്ല. അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. ജാമ്യം കിട്ടിയ ജാമ്യത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ആ കേസ് അതേപോലെ തന്നെ ഇല്ലാതാകുമെന്നാണ് മനസ്സിലാകുന്നത്. അവിടെയും രക്ഷയില്ല. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കിയേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വന്നത്. സ്വാഭാവികമായും ഒരു മൂന്നാമത്തെ കേസ് ഉണ്ടാക്കാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് വസ്തുത. അവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം ഒരു തീരുമാനം എടുത്തിരുന്നല്ലോ, തനിക്കെതിരെയുള്ള ഈ കീറാമുട്ടികളെല്ലാം, വരാനുള്ള മുട്ടികളെല്ലാം അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന് അണഞ്ഞ് വെണ്ണീരായി അടങ്ങി ഒലിച്ച് പോയിട്ടുണ്ടാകണം, ചൂടക്കാരെ തണുത്തിട്ടുണ്ടാകണം. ആ ഒരു നിർബന്ധത്തിൽ ഉന്തിത്തള്ളി പലരെയും പ്രകോപിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ തെളിവുകളും കൊണ്ട് കാത്തിരിക്കുകയാണ് എന്ന് രാഹുലിന് അറിയാമല്ലോ. അതുകൊണ്ടാണ് രാഹുൽ ഈ തെളിവുകളൊക്കെ എടുത്തു വെച്ചിരുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് പ്രകോപിപ്പിച്ചപ്പോൾ മൂന്നാമത്തെ പരാതിയും പുറത്തു വന്നു. ആ പരാതി ഇമെയിലിലൂടെ തന്നെയാണ് വന്നത്. പക്ഷെ അത് പൊളിറ്റിക്സ്, ആ ഒരു മേഖല അവർ യൂസ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാമെന്നുള്ള ശ്രമം ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഇല്ലാതാക്കേണ്ട പാർട്ടികളും മറ്റു കടക്കാടുമാരും എല്ലാവരും അത് ഒത്തുകളിച്ചു. ഇതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം ആ ഒരു ഭാഗത്തിന്റെ. എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റ് അവിടെയാണ് തുടങ്ങുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ച ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ പരാതി വരാൻ സാധ്യത ഉള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തനിക്ക് പിന്നെ ഇവിടെ ഒരു നിലനിൽപ്പില്ലാവില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാൾ മുൻകൂട്ടി എറിഞ്ഞ ആ എറിയൽ ഇവിടുത്തെ CPM-ഉം പരാതിക്കാരും ഒക്കെ പെട്ടുപോയി എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ തെളിവാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വന്നിട്ടുള്ള കേസുകൾ കോടതി എടുത്തിട്ടുള്ള ഒരു നിഗമനങ്ങളും അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഉത്തരവുകളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും. എന്നാൽ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു MLA, ഒരു രാഷ്ട്രീയക്കാരന്, കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലാതെയോ ഇവിടെ പോലീസ് ഒരു നാടകം കളിച്ചിട്ടുണ്ട്. പോലീസ് നാടകം കളിച്ചു എന്നുള്ള തെളിവാണ് മൂന്നാമത്തെ കേസിൽ രാത്രി നട്ടപ്പാതിരിക്ക് അറസ്റ്റ് ചെയ്തത്. അതായത് കോടതി ഒരു കാരണവശാലും നിക്കൂല എന്ന് പറഞ്ഞ കേസ്. ആ കേസിൽ നട്ടപ്പാതിരിക്ക് വളഞ്ഞിട്ട് തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേരള പോലീസ് ചെയ്തപ്പോ മനസ്സിലാക്കണം, ഇത്രയും കാലം കേരള പോലീസ് ഇത് കളിച്ചപ്പോ ആ കളിക്ക് ഒരു കഴമ്പുണ്ട് എന്ന് തെളിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു, അയാളെ ജയിലിലാക്കി,
മറ്റ് വിധത്തിലുള്ള അന്വേഷണവും പിന്നെ അയാളെ പിറകെ പോകുന്ന കാര്യങ്ങളും ഹോസ്ദുർഗ് പോലീസ് പിടിച്ചുവെന്നും ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നാടകങ്ങളും ചാനലുകളുടെ പിന്നാലെ പോക്കും ഇതെല്ലാം കൂടി ഒരു ഓളം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഭാവി അവതാളത്തിലായി എന്ന് കരുതി. എന്നാൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാ പ്രശ്നവും അയാൾ ഉദ്ദേശിച്ചതുപോലെ പരാതിക്കാരെല്ലാം മുന്നേ വന്ന് ചാടി വീണ് കഴിഞ്ഞപ്പോൾ കോടതി ഏകദേശമൊക്കെ ക്ലീൻ ചിറ്റ് വന്നു. ഇനിയാണ് ട്വിസ്റ്റ്. ഇനി എന്ത് ചെയ്യണം? ഇത് 18 വയസ്സ് കഴിഞ്ഞവരുടെ കേസാ, പോക്സോ കേസല്ല. അതായത് പീഡന കേസ് അല്ലെങ്കിൽ ഗർഭിണിയാക്കി എന്നുള്ള കേസൊക്കെയാണ്. അങ്ങനെ വരുമ്പോ ഈ കേസ് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരകൾക്കാണ്, പോലീസിനാണ്. പോലീസിനും പ്രോസിക്യൂഷനും ഈ കേസ് തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം. തെളിവുണ്ടോ? ഇല്ല. ഇതാണ് ഇതിന്റെ ട്വിസ്റ്റ്. തെളിവില്ലാത്തത് കൊണ്ട് ആര് തെളിവ് കൊടുക്കണം? രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവ് കൊടുക്കണം. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് എടുത്തിട്ട് ഫോണിന്റെ പാസ്വേഡ് കൊടുക്കണം, ലോക്ക് വേണം എന്നൊക്കെ പറഞ്ഞത്. പല വിവരങ്ങൾ വേണമെന്ന് പറഞ്ഞു. രാഹുലിന് തരാൻ പറ്റില്ല. കാര്യം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ കേസ് ജയിക്കേണ്ടതിനുള്ള അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുള്ള തെളിവുകൾ, അയാൾക്ക് കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവുകളെല്ലാം അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ എക്യുപ്മെന്റ്സിലാണ് ഉള്ളത്. അതെല്ലാം അതിന്റെ പാസ്വേഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇതേ കേരള പോലീസിന് കൊടുത്താൽ, അതായത് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി, അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അയാളെ രാഷ്ട്രീയ ഉന്മൂലനം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഈ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ, അവരുടെ കെണിയിലേക്ക് ഈ പറയുന്ന എക്യുപ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗതി എന്തായിരിക്കും? അതിലുള്ള മുഴുവൻ കാര്യങ്ങളും അയാൾക്കെതിരെ ആയിരിക്കും അതെടുത്ത് പ്രയോഗിക്കുക. അതായത് എല്ലാ തെളിവുകളും അയാൾക്കെതിരെ അതെടുത്ത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എന്നേക്കുമായി അതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വരും. പിന്നെ അയാൾക്ക് എന്തെങ്കിലും കിട്ടുമോ? അയാൾ പൊട്ടണമെന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് അറസ്റ്റ് മൊബൈൽ മറ്റു കാര്യങ്ങൾ അയാൾ ഒപ്പുവെക്കാതിരുന്നതും അവർക്ക് ഗസറ്റ് ഓഫീസറൊക്കെ കൊണ്ടുവന്നിട്ട് ഒപ്പുവെക്കേണ്ടി വന്നതും അറസ്റ്റ് ചെയ്യേണ്ടി വന്നതും ഇയാളുടെ ഡിവൈസ് കൊടുക്കാതിരുന്നു. ഇപ്പോഴും അയാൾ കൊടുക്കാൻ തയ്യാറല്ല. കോടതിയിൽ ഹാജരാക്കാന്നാ പറയുന്നത്. പോലീസിന് എനിക്ക് വിശ്വാസം ഇല്ലെന്നാ പറയുന്നത്. പോലീസിന് എങ്ങനെ വിശ്വാസം ഉണ്ടാവും? എങ്ങനെ വിശ്വാസം ഉണ്ടാവും? ആ രീതിയിലല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നേ. ഈ പിണറായി കാലം എത്തിയതിനു ശേഷം കേരള പോലീസിൽ ഒരു ഭാഗത്തെ കേരള പോലീസ് അല്ലാതാക്കി തീർത്തേക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുലിന്റെ തന്റെ ഭാഗം കോടതിയിൽ വിശദീകരിച്ചുകൊണ്ട് അയാൾക്ക് ആ കേസിൽ അയാൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഈ പറഞ്ഞ പോലീസിന് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് കൊടുക്കാൻ കഴിയും. ആരെങ്കിലും കൊടുക്കോ? എന്റെ വീഡിയോ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ കൊടുക്കൂ? ആരും കൊടുക്കില്ലെന്നേ. എന്നാൽ ആ തെളിവുകൾ കോടതിയിലേക്ക് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. കോടതി മുമ്പാകെ സമർപ്പിക്കാം. നമുക്കറിയാലോ, മുൻകൂർ ജാമ്യ ഹർജിയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്ന സമയത്ത് ഇല്ലേ ഈ തെളിവുകളാ കൊടുത്തിരുന്നേ. കാരണം അവർ അവതരിപ്പിച്ചിട്ടുള്ള തെളിവുകളെ കവച്ചു വെക്കുന്ന തെളിവുകൾ, കൃത്യമായ തെളിവുകൾ അങ്ങോട്ട് കൊടുത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം എല്ലാം കിട്ടിയത്. പിന്നെ ഇട്ടിരിക്കുന്ന വകുപ്പുകളുടെ കാഠിന്യം കൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതിയും അതുപോലെ സെഷൻ കോടതിയൊക്കെ ചിലതൊക്കെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്, മുൻകൂർ ജാമ്യക്ക് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം അത്രത്തോളം കടുത്ത വകുപ്പുകളായതുകൊണ്ടാണ്. ആ കോടതിക്കൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇപ്പോ കൊലപാതക കേസിലെ പ്രതിക്ക് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ജാമ്യം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? കിട്ടില്ല, ജാമ്യം തള്ളും. അല്ലെങ്കിൽ അതുപോലെയുള്ള പോക്സോ കേസ് പ്രതിക്കോ മറ്റേതിനോ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? കിട്ടില്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനെ ഇവിടെ നിന്ന് പൊക്കി പിടിച്ച് സംസാരിക്കുന്നതിന് നമ്മൾ വില കൊടുക്കേണ്ടതില്ല. ഇവിടെ തെളിവിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലീസിന് ഇപ്പോൾ അവതരിപ്പിക്കാൻ തെളിവില്ല. കോടതി എന്താ പറഞ്ഞത്? ഇത് നിലനിൽക്കില്ല എന്ന്. പക്ഷെ നിലനിൽക്കും എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ എന്തൊക്കെ രേഖകളുണ്ട്, എന്തൊക്കെ തെളിവുകളുണ്ടെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് അതൊക്കെ പിടിച്ചെടുത്തിട്ട് വേണം, അതൊക്കെ കണ്ടിട്ട് വേണം മറുഭാഗത്ത് തെളിവുകൾ ഉണ്ടാക്കാൻ. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നു കൊടുക്കുന്നില്ല. ഇതിനെയാണ് ഇപ്പോ തെളിവുകൾ നശിപ്പിക്കുന്നു, അതല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ ചെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. രാഹുൽ പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നുണ്ട്, തന്നോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹാജരായപ്പോ എന്താ ചോദിച്ചത്? അന്നത്തെ മൊബൈൽ എവിടെ, പണ്ടത്തെ മൊബൈൽ എവിടെ? ആരെങ്കിലും മൊബൈൽ കൊണ്ടു നടക്കുന്നുണ്ടോ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഉപയോഗിച്ചാൽ 1-2 കൊല്ലം ചിലപ്പോൾ ഉപയോഗിക്കും. മാക്സിമം ഒരു 1.5 കൊല്ലം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് അഡ്വാൻസ് ഫീച്ചേഴ്സ് വരും, അതിന്റെ അപ്ഡേഷൻ വരും. അതിനനുസരിച്ച് പുതിയ ഫോൺ വാങ്ങും. അപ്പോൾ അതിന്റെ ഡാറ്റകളും മറ്റു കാര്യങ്ങളും ഇതിലേക്ക് മാറ്റും. ആ പഴയ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും വിറ്റെന്ന് വരും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തെന്ന് വരും. അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. ആ ഫോണുകളും ആ കാര്യങ്ങളും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്ത് കൊടുക്കണത്, ആരെങ്കിലാണെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് അതൊന്നും സഹകരിക്കുന്നില്ല എന്ന് പറയണം. ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണത്തോട് സഹകരിക്കാത്തതല്ല, രാഹുലിനെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിയുകയുമില്ല. അതിന്റെ ഒരു അങ്കലാപ്പും വെപ്രാളവുമാണ്. ആരുടെ കയ്യിലെ തെളിവുകളുള്ളത്? ഈ പരാതി കൊടുത്ത പരാതിക്കാരുടെ കയ്യിലോ പ്രോസിക്യൂഷന്റെ ഭാഗത്തോ മറ്റാരുടെ കയ്യിലും ഉദ്ദേശിച്ചത്ര തെളിവുകളില്ല. എന്തെങ്കിലും അവർ ഹാജരാക്കിയാൽ അതിനെ ഡബിൾ ആയിട്ട് ഇവിടെ അങ്ങോട്ട് കൊണ്ട് ഹാജരാക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് തെളിവുകളെല്ലാം ഉള്ളത്. ഈ തെളിവുകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട്
അതിനെ രാഹുലിനെതിരെ ഉള്ള ഒരു ആയുധമാക്കി വെക്കാനായിട്ട് ഇവിടെ പോലീസ് കിണഞ്ഞു ശ്രമിക്കുന്നതാണ് ഈ കസ്റ്റഡി ആയാലും ഈ അന്വേഷണമായാലും. യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അയാളുടെ രാഷ്ട്രീയ മുഖം വെച്ചുകൊണ്ടോ അല്ലാതെ വെച്ചുകൊണ്ടോ ഇവിടെ ഏതെങ്കിലും പെൺകുട്ടികളെ അല്ലെങ്കിൽ വിവാഹിതരായ വീട്ടമ്മമാരെ പീഡിപ്പിച്ചിട്ടുണ്ടോ, വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടോ, അവരെ കുടുംബം കലക്കിയിട്ടുണ്ടോ, അവർ ഗർഭിണിയാക്കിയിട്ടുണ്ടോ, ഗർഭഛിദ്രം നടത്തിയിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. ഈ പരാതി കൊടുക്കുന്നവരിൽ അത് വേണ്ടത്ര തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ടാണല്ലോ ഒരു പരാതി കൊടുക്കുന്നത്. അത് അന്വേഷിക്കാനായിട്ട് തയ്യാറാവുന്നത് കൊണ്ടാണല്ലോ ഒരു ഇമെയിലിന്റെ ബലത്തിൽ പോലും ഇത്രയധികം ആഘോഷപൂർവ്വം കാര്യങ്ങൾ നടത്തുന്നേ. അപ്പൊ ആ തെളിവുകളെല്ലാം അവർ ശേഖരിച്ചിട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആയുധമാക്കിക്കൊണ്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഇരകൾക്ക് നീതി വാങ്ങി കൊടുക്കുകയല്ലേ പോലീസ് ചെയ്യേണ്ടത്. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ അയാളുടെ രക്ഷയ്ക്കായി എടുത്തു വെച്ചിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം അത് ഞങ്ങൾക്ക് തരണം, അത് കിട്ടിയിട്ട് വേണം നിന്നെ ഞങ്ങൾക്ക് കുറുക്കാൻ എന്നതിന് അയാൾ നിന്നു കൊടുക്കണം. അതാണ് ഇപ്പൊ നടക്കുന്നത്. അല്ലെ, ഞാൻ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന അതാണ്. പോലീസ് പറയുന്നത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന്. ഇതാണ് കാരണം. തന്റെ ഡിവൈസ് കൊടുക്കാൻ തയ്യാറല്ല, എന്നാൽ കോടതിക്ക് കൊടുക്കാന്ന് പറയുന്നുണ്ട്. കോടതിയിലേക്ക് അവർ ഡോക്യുമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നുമുണ്ട്. കോടതി മുമ്പാകെ കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇവരുടെ കളി നടക്കൂലല്ലോ. അതുകൊണ്ട് കോടതിയിൽ എത്തരുത്. കോടതിയിൽ അവരെത്തിക്കുമ്പോഴല്ലേ അതിനൊരു ഗുമ്മുള്ളൂ. ഏത് Different angles. Don't forget to subscribe and support this channel.